നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തമായി ഒരു വീട്, അല്ലേ? പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഈ വീട് ശരിക്കും ഒരു ആസ്തിയാണോ, അതോ നമ്മളെ കുടുക്കുന്ന ഒരു വലിയ ബാധ്യതയാണോ? നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളെയും ഒന്ന് തലകീഴായി മറിക്കുന്ന ഒരു വിശകലനത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്നോർത്തു നോക്കൂ, നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെയും മുത്തശ്ശന്മാരുടെയും ഒക്കെ കാലത്ത്, അതായത് ഒരു 1950കളിലൊക്കെ ഒരു വീടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു, ഏറ്റവും സന്തോഷം തരുന്ന നിക്ഷേപം. തലമുറകളായി നമ്മൾ കേട്ടും വിശ്വസിച്ചും പോരുന്നതും ഇതുതന്നെയാണ്. പക്ഷേ ഈയൊരു സ്വപ്നത്തെ നേരെ എതിർത്തുകൊണ്ട് ഒരാൾ വന്നു, റോബർട്ട് കിയോസാക്കി. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ വീട് ഒരു ആസ്തിയേ അല്ല, സത്യത്തിൽ അത് നിങ്ങളുടെ ബാങ്കിന്റെ ആസ്തിയാണെന്ന്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടല്ലേ? ശരി, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഒരു വശത്ത് നമ്മുടെ പരമ്പരാഗത വിശ്വാസം, മറുവശത്ത് ഈ പുതിയ ചിന്ത, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ശരിക്കൊന്ന് പരിശോധിക്കാം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിൽ പോലും ഈ വിഷയത്തിൽ ഒരു ഒറ്റ അഭിപ്രായമല്ല. ഏകദേശം പകുതിയിൽ കൂടുതൽ പേർ, ഒരു 57% പറയുന്നു അതെ, വീട് നല്ലൊരു നിക്ഷേപമാണ്. പക്ഷെ ബാക്കി 43% പേരും പറയുന്നു അല്ല, അല്ലെങ്കിൽ അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്ന്. അപ്പോൾ കാര്യം അത്ര സിമ്പിൾ അല്ല, അല്ലേ? ഓക്കെ, കിയോസാക്കി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ട് അറിയണം. വളരെ സിമ്പിളാണ്. ആസ്തി, അതായത് അസറ്റ്, ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന എന്തും ഒരു അസറ്റാണ്. ഇനി ബാധ്യത, അതായത് ലയബിലിറ്റി, ഇത് നേരെ തിരിച്ചാണ്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന എന്തും ഒരു ബാധ്യതയാണ്. പണം വരുന്നുണ്ടോ? അസറ്റ്. പോകുന്നുണ്ടോ? ബാധ്യത. ഇത്രയുള്ളൂ കാര്യം. ഇത് മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു സിമ്പിൾ ഐഡിയ വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്വന്തം വീട്, അതൊരു ആസ്തിയാണോ അതോ ബാധ്യതയാണോ? ഇതൊന്ന് നോക്കൂ. അമേരിക്കയിലെ സാധാരണക്കാരുടെ കടം മൊത്തം എടുത്താൽ അതിലെ 70% എന്താണെന്നറിയാമോ? വീട് വാങ്ങാനെടുത്ത മോർട്ട്ഗേജ് ലോണുകളാണ്. അതായത് ഭൂരിഭാഗം ആളുകളുടെയും പോക്കറ്റിൽ നിന്ന് എല്ലാ മാസവും പണം പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ പഴയ നിർവചനം വെച്ച് നോക്കുമ്പോൾ വീടെന്തായി? ഒരു ബാധ്യതയായി, അല്ലേ? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് മാസത്തവണ അടച്ചാൽ തീർന്നു എന്നാണ്. പക്ഷേ അതല്ല സത്യം. ഒരു വീട് സ്വന്തമാക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ചിലവുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. 2023 അമേരിക്കയിലെ ഒരു ശരാശരി വീടിന്റെ വില എത്രയായിരുന്നുവെന്നോ? ഏകദേശം $4,16,000. നമുക്ക് ഈ തുകയെടുത്ത് അടുത്ത 10 വർഷത്തേക്ക് എത്ര രൂപ ചിലവാകുമെന്ന് ഒന്ന് കണക്കുകൂട്ടി നോക്കാം. ഇതാണ് ഞെട്ടിക്കുന്ന സത്യം. നിങ്ങൾ $4,10,000 ഒരു വീട് വാങ്ങിയാൽ വെറും 10 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ അതിനുവേണ്ടി ആകെ മുടക്കിയ തുക $7,51,000 മുകളിലായിരിക്കും. ഒന്നാലോചിച്ചു നോക്കൂ, വാങ്ങിയ വിലയുടെ ഏതാണ്ട് ഇരട്ടി. ഈ അധിക പണം എങ്ങോട്ടാ പോകുന്നത് നോക്കാം. ഏകദേശം 7% പലിശ വെച്ച് കൂട്ടിയാൽ നിങ്ങൾ ബാങ്കിന് മാത്രം പലിശയായി കൊടുക്കുന്നത് $2,90,000. പിന്നെ വരുന്നു പ്രോപ്പർട്ടി ടാക്സ്, ഏകദേശം ഒരു $45,000. ഇതൊന്നും പോരാഞ്ഞിട്ട് മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, കറണ്ട് ബില്ല്, വെള്ളക്കരം, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്നറിയാമോ? നിങ്ങൾ മുടക്കിയ കാശ് വെറുതെ തിരിച്ചു കിട്ടണമെങ്കിൽ, ലാഭമൊന്നും വേണ്ട, മുടക്കുമുതൽ മാത്രം തിരികെ കിട്ടണമെങ്കിൽ 10 വർഷം കൊണ്ട് നിങ്ങളുടെ വീടിന്റെ വില ഏകദേശം ഇരട്ടിയായി വർദ്ധിക്കണം. സാധാരണഗതിയിൽ അങ്ങനൊന്നും സംഭവിക്കാറില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? റിയൽ എസ്റ്റേറ്റ് മോശമാണോ? അല്ല. പക്ഷേ അതിനെ നമ്മൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ, അതായത് പണം ഉണ്ടാക്കിത്തരുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇവിടെയാണ് നല്ല കടം, ചീത്ത കടം എന്ന ആശയം വരുന്നത്. വാടക കിട്ടുന്ന ഒരു വീട് വാങ്ങാൻ നിങ്ങൾ ലോൺ എടുക്കുന്നു എന്ന് വെക്കുക. ആ വാടക വരുമാനം നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരും. അപ്പോൾ അത് ഒരു നല്ല കടമാണ്. എന്നാൽ നമ്മൾ താമസിക്കാൻ വേണ്ടി മാത്രം വീട് വാങ്ങുമ്പോൾ പണം പോക്കറ്റിൽ നിന്ന് പോവുകയുള്ളൂ. അത് ചീത്ത കടമായി മാറുന്നു. ഇതിനുവേണ്ടി കിയോസാക്കി ഒരു കിടിലൻ സ്ട്രാറ്റജി പറയുന്നുണ്ട്. BRRR മെത്തേഡ്. BRRR. ഇത് സിമ്പിളാണ്. ആദ്യം മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു വീട് വാങ്ങുക, ബൈ. പിന്നെ അത് നവീകരിച്ച് അതിന്റെ മൂല്യം കൂട്ടുക. ശേഷം അത് വാടകയ്ക്ക് കൊടുത്ത് ഒരു വരുമാനമുണ്ടാക്കുക. അടുത്ത സ്റ്റെപ്പാണ് പ്രധാനം.
കൂടിയ വില കാണിച്ച് ബാങ്കിൽ നിന്ന് വീണ്ടും ലോൺ എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ പണം തിരിച്ചെടുക്കുക. അവസാനം ഈ പ്രോസസ്സ് വേറൊരു വീട് വെച്ച് ആവർത്തിക്കുക. റിപ്പീറ്റ്. ഒരു ഉദാഹരണം നോക്കിയാൽ ഇത് ക്ലിയർ ആകും. നിങ്ങൾ $2 ലക്ഷം ഒരു വീട് വാങ്ങി, $40,000 മുടക്കി അതൊന്ന് മിനുക്കിയെടുത്തു. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ വില $3,20,000 ആയി. ഇനി നിങ്ങൾക്ക് ബാങ്കിൽ പോയി ഈ പുതിയ വിലയുടെ അടിസ്ഥാനത്തിൽ ഒരു ലോൺ എടുത്ത് നിങ്ങളുടെ പണം തിരിച്ചെടുക്കാം. എന്നിട്ട് അത് വെച്ച് അടുത്ത നിക്ഷേപം നടത്താം. ഇതിനെല്ലാം പുറമെ ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വർഷവും വാടക വരുമാനവും കിട്ടിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇതാണ് ശരിക്കും ഒരു ആസ്തി ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇനിയുള്ള തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഇവിടെ ശരിയോ തെറ്റോ എന്നൊന്നുമില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുമെല്ലാം. നിങ്ങൾക്ക് വേണ്ടത് ഒരു കുടുംബത്തോടൊപ്പം സന്തോഷമായി സമാധാനത്തോടെ ജീവിക്കാൻ ഒരിടമാണെങ്കിൽ വീട് അതിന് ഏറ്റവും നല്ലതാണ്. അതൊരു വൈകാരികമായ തീരുമാനമാണ്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണെങ്കിൽ വീടിനെ ഒരു നിക്ഷേപമായി, ഒരു ബിസിനസ്സായി കാണേണ്ടി വരും. അതുകൊണ്ട് അവസാനം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ വാങ്ങുന്നത് താമസിക്കാൻ ഒരിടം മാത്രമാണോ, അതോ നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കുള്ള ഒരു അടിത്തറയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.